ടുഡേ ഈസ് അവർ സെക്കൻഡ് വെഡിങ് ആനിവേഴ്സറി. ഞങ്ങൾ ഒന്നിച്ചുള്ള ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ അന്ന്. അപ്പോൾ അവളെ ഞാനൊരു ബൊക്കെയൊക്കെ കൊടുത്ത് ഞെട്ടിക്കാമെന്ന് വിചാരിച്ചു. സംഗതി അവൾ ഞെട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി അവളുടെ മുഖത്തുള്ള സന്തോഷം കണ്ടപ്പോൾ. നോക്കിയപ്പോൾ ചിടുങ്ങ് താഴ്ത്ത് നിന്നിട്ട് അത് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് വാശിയോടെ വാങ്ങി കൊണ്ടുപോയിട്ടാണ്. ലാസ്റ്റ് അവളുടെ കയ്യിൽ നിന്ന് ഞാനത് വാങ്ങാൻ നോക്കി, പക്ഷെ അവൾ തന്നില്ല. അവൾക്ക് സുഖമായില്ലോ, പിച്ചി പറിച്ച് കളയാൻ ഒരു പൂ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് അവളുടെ സന്തോഷമല്ലേ ഞങ്ങളുടെ സന്തോഷം. അപ്പോൾ ആ സാധനം അവൾക്ക് കൊടുത്തു. അതിൽ നിന്നുള്ള യെല്ലോ റോസ് എടുത്തിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു. അത് മൊത്തം അങ്ങോട്ട് വെതറിയിട്ടോ റൂമിൽ അവൾ. അത് കഴിഞ്ഞിട്ട് വൈഫ് നേരെ കേക്കും സാധനങ്ങളായിട്ട് അടുക്കളയ്ക്ക് പോയ തക്കത്തിന് ഞാൻ അവിടെ ഒരു മേശയൊക്കെ സെറ്റ് ചെയ്ത് കേക്കും മിഠായിയും കാര്യങ്ങളൊക്കെ വെച്ചു. കാരണം ഇവളുള്ളപ്പോൾ ഇതൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ലേ. അതുകൊണ്ട് തന്നെ സംഗതി കുറച്ച് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, ചെറിയൊരു രീതിയിൽ, ഓഫീസ് കഴിഞ്ഞ് വന്ന് അപ്പോഴേക്കും നല്ല ലേറ്റായി. അപ്പോൾ ചെറിയ രീതിയിൽ ഞങ്ങളൊന്ന് ആഘോഷിക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്തത്. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്സും പിന്നെ കൊറിയൻ മെയ്ഡായിട്ടുള്ളൊരു ഇയറിങ്സും അവൾക്ക് വാങ്ങി. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. ഇവിടെ താഴത്തൊരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ്. സംഗതി നല്ല ഉഷാറായിരുന്നു. പിന്നെ അവളും ഞാനും കൂടി മാച്ചിങ് ആയിട്ടുള്ള 2 ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ഞങ്ങൾ 2 പേരും കൂടി കേക്ക് മുറിച്ചു. ഞങ്ങൾ മുറിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളെ കൊണ്ടാട്ടോ മുറിപ്പിച്ചാൽ. അവൾക്കും സന്തോഷമായി. കേക്ക് മുറിച്ചു, അവളുടെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ അവൾ ഹാപ്പി. പിന്നെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്ന മിഠായികൾ മൊത്തം കടിച്ച് പറിച്ച് അവിടെ ഇവിടെ കണ്ട് വലിച്ചെറിഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. അപ്പോൾ അത് ക്യാപ്ചർ ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ക്യാപ്ചർ ചെയ്തു. പിന്നെ അതേപോലെ തന്നെ മോളുടെ കൂടെ നിന്നിട്ട് 2-3 സെൽഫി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങൾക്കറിയാലോ അവളുടെ സ്വഭാവം. ഒരു വകയ്ക്ക് സമ്മതിക്കില്ല. മിഠായിയൊക്കെ കാണിച്ച് പിടിച്ച് വലിച്ച് അവളെ അവിടെ ഇരുത്തി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഉണ്ട് സൈഡിൽ നിന്ന് ഒരാൾ എന്തോ ഒരു ബാഗുമായിട്ട് വരുന്നു. അതൊരു 1.5 സർപ്രൈസായി പോയിട്ട് എനിക്ക്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് അവളെ എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. തുറന്നു നോക്കിയപ്പോൾ നല്ല വണ്ടർഫുള്ളായിട്ടുള്ളൊരു ഷൂ അവൾ എനിക്ക് വേണ്ടി ഒറ്റയ്ക്ക് ഇവിടുന്ന് മെഗാമാളിൽ പോയി അവിടുന്ന് വാങ്ങിയിട്ട് വന്നതാണ്. സംഗതി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്തായാലും ഇത് മറക്കാൻ പറ്റാത്തൊരു അടിപൊളി ആനിവേഴ്സറി ആയിരുന്നു. താങ്ക് യു സോ മച്ച് അമ്മൂസേ. ലവ് യു ഉമ്മ.